നമസ്കാരം. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്നാലെ പടിയിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലും. അമേരിക്ക പിന്മാറുകയാണെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് പ്രഖ്യാപനവുമായി നെതന്യാഹുവും എത്തിയത്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള കൗൺസിലിൽ നിന്ന് തങ്ങളും പുറത്തു പോകുന്നതായാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പ്രഖ്യാപിച്ചത്. എന്നാൽ സമിതിയിൽ ഇസ്രായേലിന് നിരീക്ഷക രാഷ്ട്ര പദവിയാണുള്ളത് എന്നും അതിനാൽ തന്നെ കൗൺസിലിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറാൻ കഴിയില്ല എന്നുമാണ് കൗൺസിലിന്റെ വക്താവ് പാസ്കൽ സിം ഇസ്രായേലിന്റെ തീരുമാനത്തിന് മറുപടിയായി നൽകിയത്. ജനീവ ആസ്ഥാനമായി നിലകൊള്ളുന്ന UN മനുഷ്യാവകാശ കൗൺസിലിൽ ഇസ്രായേലിന് ഒരു നിരീക്ഷക പദവിയുണ്ട്. കൗൺസിലിലെ 47 അംഗങ്ങളിൽ ഉൾപ്പെടാത്ത 193 UN അംഗരാജ്യങ്ങളിൽ ഏതിനും അങ്ങനെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കൗൺസിലിലെ ഒരു നിരീക്ഷക രാജ്യത്തിന് അത് അംഗമല്ലാത്ത ഒരു സംഘടനയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ. അതേസമയം അമേരിക്കയുടെ തീരുമാനത്തിന് പിറകെ പോയ ഇസ്രായേൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. സ്വയമായിട്ട് UN മനുഷ്യാവകാശ കൗൺസിലിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നു, ഇനി കൗൺസിലിൽ പങ്കെടുക്കില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പറഞ്ഞത്. മനുഷ്യാവകാശ കൗൺസിൽ പരമ്പരാഗതമായി മനുഷ്യാവകാശ ലംഘനം നടത്തുന്നവരെ സംരക്ഷിക്കുകയും പകരം മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിനെ പൈശാചികമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നതിലും ജൂതവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിലുമാണ് ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇസ്രായേലിനെതിരായ വിവേചനം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ സംഘടന എപ്പോഴും താഴ്ത്തിക്കെട്ടി. 100-ലധികം അപലപനീയ പ്രമേയങ്ങൾ രാജ്യത്തിനെതിരെ പാസ്സായിട്ടുണ്ട്. കൗൺസിലിൽ ഇതുവരെ പാസാക്കിയ എല്ലാ പ്രമേയങ്ങളുടെയും 20%-ലധികമാണിത്. ഇറാൻ, ക്യൂബ, ഉത്തര കൊറിയ, വെനിസ്വേല എന്നിവയ്ക്കൊക്കെ എതിരെ പാസാക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപാട് കൂടുതലാണിത്. ഇസ്രായേൽ ഇനിയും ഈ വിവേചനം അംഗീകരിക്കില്ല എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ മോറോൺ ഇനി കൗൺസിലിന്റെ സെഷനുകളിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഗാസ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുമായി ഇസ്രായേലിന്റെ ബന്ധം വളരെ വഷളായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച ഫലസ്തീൻ എൻക്ലേവിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധരീതികൾ വംശഹത്യയുടെ സവിശേഷതകൾ പ്രകടിപ്പിച്ചതായി 2024 നവംബറിൽ UN പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിച്ച ഒന്നായി മാറിയിട്ടുമുണ്ടായിരുന്നു. കൂടാതെ 2024 ഒക്ടോബറിൽ UN ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ട് ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിക്കുകയായിരുന്നു. ഗാസയിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തെളിവുകളും തടവുകാരോടും ബന്ദികളോടും മോശമായി പെരുമാറിയതിന്റെ തെളിവുകളും കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭാ സ്ഥാപനങ്ങളായുള്ള ഇസ്രായേലിന്റെ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയായിരുന്നു. ഇസ്രായേൽ ഇതിന്റെ പ്രദേശങ്ങൾക്കുള്ളിലെ ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് പോലുള്ള നടപടികൾക്ക് കാരണമായി. ദശലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് അവശ്യ സേവനങ്ങൾ നൽകുന്നതിനാൽ തന്നെ ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാകുമെന്ന ആശങ്ക ഈ നിരോധനം ഉയർത്തുന്നു. കാരണം ഗാസയിലെ 2.2 ദശലക്ഷം ആളുകൾക്ക് അടിയറവും ജീവൻ രക്ഷിക്കുന്നതിനുമായ സഹായം എത്തിക്കുന്നതിൽ UNRWA അനിവാര്യമാണ്.